നെറ്റ് സീറോ കാർബൺ കേരളം ക്യാമ്പയിന്റെ ഭാഗമായ തരിശുഭൂമിയിൽ മില്ലറ്റ് കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വടകരയിൽ നടന്നു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ വിത്ത് വിതച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിത കേരളം മിഷന്റെ നെറ്റ് സീറോ കാർബൺ കേരളം ക്യാമ്പയിൻ ഏറ്റെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തരിശുഭൂമിയിൽ മില്ലറ്റ് കൃഷി നടപ്പിലാക്കുകയാണ്. നിലവിലുള്ള കൃഷിഭൂമിയിൽ മില്ലറ്റ് കൃഷി നടപ്പിലാക്കുന്നതിനോടൊപ്പം തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. നെറ്റ് സീറോ കാർബൺ കേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിത കേരളം മിഷന്റെ സഹകരണത്തോടെ മില്ലറ്റ് കൃഷി വ്യാപകമാക്കുന്നതിന്റെ ആദ്യ പ്രവർത്തനം കൂടിയാണ് വടകര നഗരസഭയിൽ നടപ്പിലാക്കുന്നത്. മില്ലറ്റ് മിഷൻ കൃഷിവകുപ്പ്, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് കൃഷി. ആരോഗ്യ മേഖലയിൽ മില്ലറ്റിന് സാധ്യതയേറെയാണ്. മില്ലറ്റ് കൃഷിക്ക് ജലസേചന സൗകര്യവും വളരെ കുറച്ച് മാത്രം മതിയെന്നത് പ്രത്യേകത. 40 സെന്റ് സ്ഥലത്താണ് മില്ലറ്റ് വിത്ത് വിതയ്ക്കുന്നത്. പദ്ധതി ഏറ്റെടുത്ത ഏക നഗരസഭയാണ് നമ്മുടെ വടകര നഗരസഭ. സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നെറ്റ് സീറോ കാർബൺ എമിഷന്റെ ഭാഗമായിട്ട് നടത്തി വരികയാണ്. വിവിധ ഘട്ടങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ നടത്തി ഒരുമിപ്പിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം 2050 നെറ്റ് സീറോ കാർബൺ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരുപാട് ദൂരം ഇനിയും നമ്മൾ പിന്നിടേണ്ടതായിട്ടുണ്ട്. മറ്റിടങ്ങളിലേക്ക് മില്ലറ്റ് കൃഷി വ്യാപിപ്പിക്കും. നഗരസഭയിൽ ആദ്യഘട്ടത്തിൽ 1.5 ഹെക്ടർ സ്ഥലത്ത് വിത്ത് വിതയ്ക്കും. 9 തരം മില്ലറ്റ് വിഭാഗത്തിൽ 3 തരമാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റാഗി, ബാജ്ര, ജോവർ എന്നിവയാണവ. ഇത് കൃഷി ചെയ്ത് ഉണക്കി നേരിട്ട് ഉപയോഗിക്കാം. മറ്റുള്ളവ പ്രത്യേകം പ്രോസസ് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. നെല്ല്, ഗോതമ്പ് എന്നിവയേക്കാൾ വളരെ കുറവ് ജലസേചനം മാത്രമേ മില്ലറ്റ് കൃഷിക്ക് ആവശ്യമുള്ളൂ. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് കൃഷിക്കാലം. മഴയത്ത് കൃഷി ചെയ്യാൻ പറ്റാത്ത വിളയാണിത്. കടുത്ത വേനലിനെയും അതിജീവിക്കാൻ മില്ലറ്റിന് കഴിവുണ്ട്. അതിനാൽ വേനൽക്കാല കൃഷിയായി ഇതിനെ പരിഗണിക്കാൻ കഴിയും. നെല്ല്, ഗോതമ്പ് തുടങ്ങിയവ 3 കാർബൺ തന്മാത്രകളെ ആഗിരണം ചെയ്യുമ്പോൾ മില്ലറ്റ് 4 കാർബൺ തന്മാത്രകളെ ആഗിരണം ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ന്യൂസ് 18 വടകര.